അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുറഹീമിൻ്റെ മോചനവുമായിട്ട് ഇന്ന് റിയാദിൽ നടന്നത് നിർണായകമായ ഒരു സംഭവം തന്നെയാണ്. ദിയാധനം നൽകി മോചിപ്പിക്കുന്നതിന് അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കുന്നതിനോടൊപ്പം 15 മില്യൺ റിയാല്, അതായത് ഇന്ത്യയിലെ 34 കോടി രൂപയുടെ ചെക്ക് അവിടുത്തെ ഗവർണറേറ്റിന് കൈമാറിയിട്ടുണ്ട്. അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ കണ്ണുനീരിന് ഇവിടെ തിരശീല വീഴുകയാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ അബ്ദുറഹീമിൻ്റെ ഉമ്മാൻ്റെ കണ്ണുനീര് കണ്ടവരാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഞാൻ ആ ഉമ്മയുടെ ചാരത്ത് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വലിയ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്തേറ്റ്. ആ ഉമ്മയെ നേരിട്ട് കണ്ട് അബ്ദുറഹീമിൻ്റെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതിൻ്റെ മുമ്പ് ആ ഉമ്മയെയും അതുപോലെ അബ്ദുറഹീമിൻ്റെ കൂടെ ജയിലിലടക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തും ഞാനും എൻ്റെ സുഹൃത്തും പോയി. അദ്ദേഹം അന്നവിടെ സംഭവിച്ച സംഭവ ബഹുലമായ ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്കൊക്കെ അബ്ദുറഹീം എന്ന് പറയുന്ന 18 വർഷത്തോളം ജയിലിൽ കിടക്കുന്ന ആ മനുഷ്യനെ നമുക്കറിയുകയുള്ളൂ. വിശ്വസ്തനായ, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു അബ്ദുറഹീമിനെ പലർക്കും അറിയില്ല. അതറിയണമെങ്കിൽ അന്നുണ്ടായ ആ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയണം. അബ്ദുറഹീം ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പറക്കുന്നത് അവിടെ ഒരു കുട്ടിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി വല്ലാത്ത വാശിക്കാരനായിരുന്നത്രേ. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കയ്യബദ്ധത്തിലാണ് അബ്ദുറഹീം ജയിലിലേക്ക് കടന്നു പോകുന്നത്. കയ്യബദ്ധം എന്ന് പറയുമ്പോൾ അബ്ദുറഹീമിൻ്റെ മുഖത്തേക്ക് ആ കുട്ടി തുപ്പുകയുണ്ടായി വാശി പിടിച്ചിട്ട്. അപ്പോൾ അബ്ദുറഹീം എന്തോ രൂപത്തിൽ കൈ നീട്ടിയപ്പോൾ ആ വ്യക്തിയുടെ കഴുത്തിലൊരു സർജറി കഴിഞ്ഞിട്ടൊരു കൊയലേറ്റ് ധരിപ്പിച്ചിട്ടുണ്ടത്രേ. അതിൽ തട്ടി ആ കുട്ടി മരണപ്പെടുകയാണ്. അബ്ദുറഹീം നേരെ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു വ്യക്തിയുണ്ട്, ആ മനുഷ്യനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അയാളാകട്ടെ അവിടെ ഒരു കമ്പനിയിലെ മാനേജറായിരുന്നു. അദ്ദേഹം ഓടി വന്നു, കാര്യങ്ങൾ നോക്കി. പക്ഷേ ഈ രൂപത്തിൽ ആ കുട്ടി മരണപ്പെട്ട് കിടക്കുമ്പോൾ എന്തായാലും പോലീസ് തങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്നുകൊണ്ട് അവരതൊരു ആക്സിഡൻ്റ് ആക്കി മാറ്റാൻ നോക്കി. പേടി കൊണ്ട്, അതായത് സൗദിയിലുള്ള നിയമങ്ങളെ പേടിച്ചിട്ട് അറിയാതെ ചെയ്തു പോയതാണ് ആ മനുഷ്യൻ. അവിടെ നടന്നതൊക്കെ CCTVയിലേറ്റ് പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അബ്ദുറഹീമിൻ്റെ കൂടെ നിന്ന ആ ഒരു മനുഷ്യനെ ഇതിൽ പ്രതി ചേർക്കാനായിട്ട് പോലീസ് നോക്കിയപ്പോൾ അബ്ദുറഹീം അതിന് ഒരിക്കലും കൂട്ടുനിന്നില്ല. അതിന് അബ്ദുറഹീമിന് കിടക്കേണ്ടി വന്നത് തികച്ചും ഇരുട്ട് മാത്രമുള്ള ഒരു റൂമിലാണ്. അദ്ദേഹത്തിന് 2 ദിവസം ആ ഒരു റൂമിലിട്ട് പൂട്ടി എന്നറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരാൾ പറഞ്ഞു തന്നതല്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ജയിലിലായ ആ ഒരു മനുഷ്യൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അബ്ദുറഹീം 2 ദിവസത്തോളം മര്യാദക്ക് നിൽക്കാൻ പോലും കഴിയാതെ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ ആ അബ്ദുറഹീം അവിടെ കഴിഞ്ഞു. എന്നിട്ട് പോലും തൻ്റെ കൂടെ തന്നെ സഹായിക്കാൻ വന്ന ആ മനുഷ്യനെ പ്രതി ചേർക്കാൻ അബ്ദുറഹീം കൂട്ടായില്ല. നമ്മളൊക്കെ കേൾക്കുന്നത് അബ്ദുറഹീം എന്ന ആ ഒരു 18 വർഷം ജയിലിൽ കിടന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അറിയണം ആ ഒരു മനുഷ്യൻ്റെ വിശ്വസ്തത അതെത്രത്തോളം ഉണ്ട് എന്ന്. ആ മനുഷ്യൻ്റെ കൽബിലുള്ള നന്മ കൊണ്ടാകാം ഒരു പ്രതീക്ഷയുമില്ലാതെ അബ്ദുറഹീമിൻ്റെ ഉമ്മാനെ കാണുന്ന ആ സമയത്ത് ആ ഉമ്മ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അബ്ദുറഹീമിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ആ ഉമ്മ വല്ലാതെ വിതുമ്പി കരയുമായിരുന്നു. അത് കണ്ടിട്ട് അബ്ദുറഹീമിൻ്റെ ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, ഉമ്മ ഇങ്ങനെ അവൻ്റെ പേര് പറയുമ്പോൾ, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മ സദാസമയം കരച്ചിലാണ്. ആ ഉമ്മയുടെ ഒരു പേരക്കുട്ടിൻ്റെ കല്യാണമായിട്ടുണ്ടായിരുന്നത്രേ, അങ്ങനെയാണ് തോന്നുന്നു. ആ ഉമ്മ അതിനു പോലും പോകാറില്ലത്രേ. കുടുംബത്തിലൊരു വിരുന്നുണ്ടെങ്കിൽ, ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒന്നിനും ആ ഉമ്മ പോകൂല.
തൻ്റെ മോനെ ജയിലിൽ കിടക്കുന്ന അന്ന് മുതൽ ആ ഉമ്മ മര്യാദക്കൊന്ന് പുഞ്ചിരിച്ചിട്ടില്ല. ഇന്ന് ആ ഉമ്മയുടെ കണ്ണുനീരിന് തിരശീല വീഴുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ മനുഷ്യനെ ആ ഉമ്മാന്റെ മുമ്പിലെത്തിക്കുമാറാകട്ടെ. വലിയ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടാകാം അബ്ദുറഹീമിന്റെ മോചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ആ ഉമ്മാക്ക് ആ മകന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ.